ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നലെ നൈറ്റ് നമ്മൾ റോമിൽ നിന്ന് വെനീസിലോട്ട് നമ്മൾ ഇറ്റാബൂസ് എടുത്തായിരുന്നു. ഇറ്റാബൂസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇറ്റാലിയൻകാരുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. നമ്മൾ ഒരു ബസ്, അപ്പം നമ്മൾ അതെടുത്തു. അതിൽ ഒരാൾക്ക് ഏകദേശം 36 യൂറോയാണ് ആയത്, റോം ടു വെനീസ്. അങ്ങനെ നമ്മൾ വെനീസ് എത്തി. നമ്മൾ പിന്നെ വെനീസിലെത്തി, അവിടെ നിന്ന് ഫ്രഷായി, അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇവിടെ നമ്മൾ ബോട്ടിൽ കയറി നമ്മൾ ഇനി ഇവിടുത്തെ വെനീസിലെ സിറ്റി സെൻറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഞങ്ങളങ്ങനെ നമ്മുടെ വെനീസ് എത്തി. ഇപ്പം ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കാലാവസ്ഥ ഭയങ്കര മോശമായിട്ട് തോന്നി. മഴ ചാറുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ പോകുമെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ കാണിച്ചത് ഇവിടുത്തെ കുറച്ച് കാഴ്ച. ഇതാണ് ഇവിടെ ഈ കിടക്കുന്ന മൊത്തം ഗൊണ്ടോള റൈഡാണ്. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗൊണ്ടോള എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസ് ഒരു വഞ്ചിയാണ്. ഈ വഞ്ചിയിൽ നടത്തുന്നൊരു റൈഡാണ് ഗൊണ്ടോള റൈഡ്. അപ്പം ഇങ്ങനെ ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡോജസ് പാലസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഗായ്സ്, ഈ വെനീസിലെ വെള്ളം ഒരു രക്ഷയില്ല, നല്ലൊരു അടിപൊളി ഒരു കളറാണ്. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങളോട് എങ്ങനെയാണ് പറഞ്ഞു തരിക. നമ്മൾ നേരിട്ട് എന്ന് കാണണം. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറാണ്. ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റിയാൾട്ടോ ബ്രിഡ്ജ്. എൻ്റെ പണ്ട് എനിക്കുള്ള പുസ്തകത്തിലൊക്കെ റിയാൾട്ടോ ബ്രിഡ്ജിൻ്റെ ഫോട്ടോയോ അതിൻ്റെ അടിയിൽ കൂടെ ബോട്ട് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എനിക്കിപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പം എനിക്കതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നെ ഇതാണ് നമ്മുടെ മുറാനോ ഐലൻഡ്. നമ്മൾ നൈറ്റാണ് ഐലൻഡിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് 2 കൂട്ട് കിട്ടി. ഇത് UK വന്ന 2 കപ്പിൾസാണ്. അപ്പം നമ്മൾ ഇവരുടെ കൂടെയാണ് ഐലൻഡ് കാണാൻ വേണ്ടി പോയത്. ഇവരെ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ഇവരുടെ കൂടെ പോയി. നല്ല ഫണ്ണായിരുന്നു. പിന്നെ കുറച്ച് അഡ്വഞ്ചറും ആയിരുന്നു. കാരണം ഇരുട്ടത്ത് കൊടും കാട്ടിക്കൂടെയൊക്കെയാണ് നമ്മൾ ഐലൻഡ് കാണാൻ പോയത്. അപ്പോൾ ഐലൻഡ് കാണാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, പകൽ പോവുക. കാരണം ഒരുപാട് മുറാനോയിൽ കാണാൻ വേണ്ടി തന്നെ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നമ്മുടെ വെനീസിലെ 2ാം ദിവസമാണിത്. നമ്മൾ 10 മണിയായപ്പോഴത്തേക്ക് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഇത് ഒരു സ്ട്രീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ വെനീസിൽ ഇതുപോലത്തെ കോഡ് കണക്കിന് നാരോ സ്ട്രീറ്റ്സ് ആണുള്ളത്. എവിടെ നോക്കിയാലും നാരോ സ്ട്രീറ്റ്സ് ആണുള്ളത്. നമ്മൾ എങ്ങനെയൊക്കെ പോയാലും കറങ്ങിച്ചുറ്റി നമ്മൾ വന്നെടുത്ത് തന്നെ വന്നിക്കുക. അതാണ് ഇതിൻ്റെ വേറൊരു അത്ഭുതം. പിന്നെ ഇവിടെ വെനീസ് എന്ന് എഴുതിയ ടീഷർട്ടൊക്കെ ഉണ്ട്, പിന്നെ തൊപ്പിയുണ്ട്, ബാഗുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങളിങ്ങനെ ഇതിലേ കൂടെ ഇങ്ങനെ വായി നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പ്രശസ്തമായ റിയാൾട്ടോ ബ്രിഡ്ജ്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിയാൾട്ടോയുടെ ബോട്ട് വരുന്ന സ്റ്റോപ്പാണ്. അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ ബോട്ട് കയറി സിറ്റി സെൻറ്ററിലോട്ട് പോകുന്നത്. ഇതാണ് റിയാൾട്ടോ ബ്രിഡ്ജ്. അതിൻ്റെ സൈഡിൽ മൊത്തം ഇതുപോലത്തെ കടയുണ്ട്. നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഇന്നലെ കണ്ട ക്ലൈമറ്റ് അല്ല ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. ഈ സ്കൈ, ബിൽഡിങ് പ്ലസ് ഈ കനാലും കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്രെയിമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ കണ്ടതിനേക്കാൾ മനോഹരമാണ് വെനീസ് ഇന്ന്. അപ്പം നിങ്ങൾ വെനീസിലോട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു സണ്ണി ഡേയിൽ വരിക. അപ്പം നല്ല വെതറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ
വെനീസിൽ നിന്ന് ഇറങ്ങി മിലാനി വന്നപ്പോൾ ലേറ്റായി പോയി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം പുറത്തൊന്നും പോവാതെ ഇവിടെ കുറച്ച് എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് മാളുണ്ടായിരുന്നു. അപ്പോൾ മാളിൽ കയറി ഫുഡ് കഴിച്ചു. പിന്നെ മാളൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് ഞങ്ങളിപ്പം ഞങ്ങളുടെ ചെക്ക് ഇൻ കഴിഞ്ഞു. ബോർഡിംഗ് പാസും എല്ലാം കിട്ടിയിട്ട് ഞങ്ങളുടെ ഗേറ്റിലിവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ഇത് മിലാൻ എയർപോർട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നത് 10:30-ക്കാണ്. ഇപ്പം 8:30 ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു. നമ്മളങ്ങനെ 1 വീക്ക് അടിച്ചു പൊളിച്ചു. കുറേ നമ്മൾ കണ്ടു. വെനീസ്, മിലാൻ, വത്തിക്കാൻ, റോം എല്ലാം കണ്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ നല്ലൊരു ട്രാവലായിരുന്നു. അപ്പം നിങ്ങൾ വ്ലോഗ് കണ്ട് നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്യുക. അപ്പം